അർജുനെ കണ്ടെത്താനാകാത്തതിന്റെ വേദനയിലും നിരാശയിലുമാണ് കുടുംബം. രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചുവെന്നുമായിരുന്നു അർജുന്റെ അമ്മയുടെ പ്രതികരണം. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലല്ലായിരുന്നെന്നും കുടുംബം കുറ്റപ്പെടുത്തി. എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കരസേന തെരച്ചിൽ അവസാനിപ്പിച്ചുവെന്ന വാർത്തകൾ വന്ന മണിക്കൂറിലാണ് അർജുന്റെ അമ്മയും അച്ഛനും മാധ്യമങ്ങളെ കണ്ടത്. കരസേനയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ നിരായുധരായി യാതൊരുവിധ സാങ്കേതിക സഹായങ്ങളുമില്ലാതെയാണ് ആർമി അപകട സ്ഥലത്തെത്തിയത്. ഇന്നത്തെ തെരച്ചിൽ പ്രഹസനമായെന്നും അമ്മ പറഞ്ഞു. പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി കളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്നും ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. ഇപ്പം എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? കരയിൽ ലോറിയിൽ നിന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിച്ചത്. നദിയിലാണ് ലോറിയുള്ളതെങ്കിൽ മണ്ണ് നദിയിലേക്ക് മാറ്റിയിട്ടത് എന്തിനാണ്? രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരും സമ്പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും അമ്മ കുറ്റപ്പെടുത്തി. അവിടെ ഇത്രയും മണ്ണെടുത്തതിലും മോനെ കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേൻ്റെ സൈഡിൽ. ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കുഴീൻ്റെ മേലേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷ എന്താ പറയുക, ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരു അവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മലയാള മാധ്യമങ്ങളും MK രാഘവൻ MP-യും കൂടെ നിന്നു. കൂടെ നിന്നവർക്കെല്ലാം നന്ദി. അപ്പോഴും മകൻ എവിടെയെന്ന ഉള്ളുലയ്ക്കെന്ന ചോദ്യം ആ അമ്മ ആവർത്തിക്കുകയാണ്. ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന എല്ലാ പ്രതീക്ഷയും അവസാനിച്ചുവെന്നും അവർ പ്രതികരിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.